हाय मेरे दोस्तों, आदाब। क्या हाल है? खैरियत से है? ठीक है बच्चों, पिछले क्लास में हमने क्या क्या बताया? ठीक है, दुआया नज़्म सुना। एक दुआया नज़्म सुना. ബാബുക്ക് സ്കൂളിൽ ബാബുവിൻ്റെ സ്കൂളിൽ അസംബ്ലി കഴിഞ്ഞു. അസംബ്ലിയിൽ കുട്ടികൾ പ്രാർത്ഥനാഗീതം ചൊല്ലിയല്ലേ. अब നിർമ്മല ടീച്ചർ ക്ലാസ് में आया है. നിർമ്മല ടീച്ചർ ക്ലാസ്സിൽ വന്നു. എന്ത് ചെയ്യാണ്? നോക്കാം, നമുക്ക് ഇനി എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. हाजिर हो मदद को. निर्मला टीचर ने बच्चों की हाजिरी ली. നിർമ്മല ടീച്ചർ ने बच्चों की हाजिरी ली. നിർമ്മല ടീച്ചർ എന്ത് ചെയ്തു? കുട്ടികളുടെ പ്രസന്റ് എടുത്തു. ബച്ചോ ആജ് കോൺ ഡയറി സുനായേഗ. ഇന്ന് ആരാണ് ഡയറി കേൾപ്പിക്കുക, വായിച്ച് കേൾപ്പിക്കുക? ബാബുനെ കഹ. ബാബു പറയണെന്ത്? മേ സുനാവുക ടീച്ചർ. ഞാൻ കേൾപ്പിക്കാം ടീച്ചർ. മേ സുനാവുക ടീച്ചർ. ബാബു डायरी पढ़ने लगा. तमाम बच्चे और से सुनते रहे. ബാബു എന്ത് ചെയ്തു? ഡയറി വായിക്കാൻ തുടങ്ങി. തമാം ബച്ചെ ഓർ സെ സുൻതേ രഹെ. മുഴുവൻ കുട്ടികളും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ദേഖിയേ ബച്ചോ, നിങ്ങൾ നോക്കൂ, ഹമാരെ ബാബു ഏത് ദിവസമാണ് ഡയറി എഴുതിയത്? മുകളിലേക്ക് നോക്കൂ. ജി 10 അഗസ്റ്റ് 2014. 10 ഡേറ്റ് എന്നാണോ ബാബു എഴുതിയത്? 10-ാം തീയതി അല്ലേ? അഗസ്റ്റ് മാസം, ആഗസ്റ്റ് മാസം 10-ാം തീയതി, വർഷം 2014, 2014. अगस्त एक महीना है. अब बोलिए साल के पहला महीना कौन सा है? ഏതാണ് ആദ്യത്തെ മാസം? ठीक है, ജാൻവരി. പിന്നെ ഏതാ? ഫെബ്രുവരി, മാർച്ച്, അപ്രിൽ, മെയ്, ജൂൺ, जुलाई, अगस्त, सितंबर, अक्टूबर, नवंबर, दिसंबर. बहुत अच्छा. इसी तरह ये यहाँ 2014 है. 2014 2014 बाबू किस दिन डायरी लिखा? मंगल के दिन डायरी लिखा. इसी तरह हफ्ते के 7 दिन है. इतवार, पीर, मंगल, बुध, जुमारात, जुमा, शनिचर. शनिचर को और एक नाम है, क्या है? हफ्ता. शाबाश, हफ्ता. अच्छा, बाबू ने मंगल के दिन डायरी लिखा. देखिए वो क्या क्या लिखा होगा, हम देखें. आज का दिन कभी नहीं भूल सकता. मुझे एक नया दोस्त मिला है. इसका नाम समीर है. आज का दिन, ഇന്നത്തെ ദിവസം കഭി नहीं भूल सकता. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഭൂൽ नहीं सकता, മറക്കാൻ കഴിയില്ല. मुझे एक नया दोस्त मिला है. എനിക്കൊരു പുതിയ ദോസ്തിനെ കിട്ടിയിട്ടുണ്ട്. इसका नाम, അവൻ്റെ പേര് സമീർ है. സമീറാണ്. वो एक अच्छा लड़का है. സമീർ ഒരു अच्छा लड़का है, നല്ല കുട്ടിയാണ്. बचपन से ही मजदूरी करने पर मजबूर है. वो बचपन से ही, बचपन കുട്ടിക്കാലം, കുട്ടിക്കാലത്ത് തന്നെ മസ്ദൂരി करने पर, മസ്ദൂരി തൊഴിൽ, करने पर मजबूर है, നിർബന്ധിതനാണ്. वो पढ़ना चाहता है लेकिन उसे मौका नहीं मिल रहा है. वो पढ़ना चाहता है, അവൻ എന്ത് ചെയ്യാണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. वो पढ़ना चाहता है, അവന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. उसे मौका नहीं है, പക്ഷെ എന്താണ്? അവന് അവസരമില്ല. अब मैं सोच रहा हूँ कि, अब मैं सोच रहा हूँ कि, ഞാൻ ഇപ്പോൾ ചിന്തിക്കണം എന്താണ്?
हमारे देश में इस तरह के कितने बच्चे होंगे. നമ്മുടെ ദേശത്തിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള कितने बच्चे होंगे. എത്ര കുട്ടികളുണ്ടാവും. एक वक्त की रोटी के लिए ഒരു നേരത്തെ रोटी के लिए वो क्या क्या काम करते होंगे. എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ടാവും. ऐ खुदा मैं क्या कर सकता हूँ. ये सोचकर मुझे नींद नहीं आती. ऐ खुदा ദൈവമേ मैं क्या कर सकता हूँ. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക. ये सोचकर ഇതെന്നെ ആലോചിച്ചിട്ട് मुझे नींद नहीं आती. എനിക്ക് ഉറക്കം വന്നില്ല. ഇതാണ് ബാബുവിൻ്റെ ഡയറിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. നമുക്കറിയാം ബാബു സമീറിനെ പരിചയപ്പെട്ടതും അവൻ്റെ കഥ കേട്ടതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണല്ലേ. ആ ദിവസം രാത്രിയിൽ ബാബു എഴുതിയ ഡയറി കുറിപ്പാണിത്. എങ്ങനെയാണ് ഒരു ഡയറി എഴുതുകയെന്ന് ഇപ്പോൾ മനസ്സിലായോ അല്ലേ. എങ്ങനെയാണ് ഡേറ്റ് വേണം. അതെവിടെ എഴുതുക. തലക്കൽ ഡേറ്റ് എഴുതും നമ്മൾ. പിന്നെ പ്രത്യേകിച്ച് ആ ദിവസം പ്രത്യേകമായിട്ടൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എഴുതി വെക്കാം ഡയറിയിൽ അല്ലേ. അച്ഛാ एक बार देखिए. അപ്പോൾ और से सुनिए. ശ്രദ്ധയോടെ കേൾക്കൂ. ടീച്ചർ ഒരിക്കൽ കൂടി വായിച്ച് കേൾപ്പിക്കാം. 10 अगस्त 2014 मंगल. आज का दिन कभी नहीं भूल सकता. मुझे एक नया दोस्त मिला है. उसका नाम समीर है. वो बहुत अच्छा लड़का है. बचपन से ही वो मजदूरी करने पर मजबूर है. वो पढ़ना चाहता है लेकिन उसे मौका नहीं मिल रहा है. अब मैं सोच रहा हूँ कि हमारे देश में इस तरह के कितने बच्चे होंगे. एक वक्त की रोटी के लिए वो क्या क्या काम करते होंगे. ऐ खुदा मैं क्या कर सकता हूँ. ये सोचकर मुझे नींद नहीं आती. बच्चों बोलिए आप सुना है. मेरे साथ पढ़ा. വായിച്ചിരുന്നോ എൻ്റെ കൂടെ. ठीक है. अब बोलिए बाबू ने ये डायरी कब लिखा. എപ്പോഴാണ് എഴുതിയത്. 10 अगस्त 2014 को लिखा. ओके ठीक है. किस दिन लिखा. ये दिवस एഴുതിയത്. मंगल के दिन लिखा. अच्छा ठीक है. बाबू की नए दोस्त का नाम क्या है. समीर है. अच्छा रात में बाबू को नींद क्यों नहीं आती. എന്തുകൊണ്ട് ഉറക്കം വരാതിരുന്നത്. ठीक है. वो सोच रहा है कि हमारे देश में बहुत से लोग बाबू की तरह मजदूरी कर रहे हैं. ബാബുവിനെ പോലെ ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ദേശത്തുണ്ടല്ലേ. इसके लिए उन लोगों के लिए मैं क्या कर सकता हूँ. നമ്മുടെ ബാബു ചിന്തിക്കുകയാണെന്ത് അത്തരത്തിലുള്ള ആളുകൾക്ക് എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. ഇതങ്ങനെ ഓർത്തിട്ട് നീന്ത് നെഹിയാത്തി. अच्छा ठीक है. നിങ്ങൾ എന്ത് ചെയ്യണം. ബാബു की इस डायरी नोट आप और से पढ़ना है. നന്നായി ശ്രദ്ധയോടെ വായിക്കണം. ये पढ़कर आप अपनी टीचर को भेज दीजिए. अच्छा ठीक है. आज की क्लास ख़त्म करती हूँ. शुक्रिया. खुदा हाफ़िज़.